നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനായിരിക്കും. സോ പി ഡി എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം റേസ് ടു പി ഡിവൈഡഡ് ബൈ ഗാമ പി. ഈ ഒരു ടേമിന് വിളിക്കുന്നത് നമ്മൾ ഗാമ പി എന്നാണ്. ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് വൺ വേർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലാത്ത കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇവിടെ എം പി ഒക്കെയാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഇനി ഇതിലൊരു നോട്ട് പറയാനുള്ളത്, നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എപ്പോഴും ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടോട്ടൽ ലിമിറ്റിലെ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുകഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. കാരണം ടോട്ടൽ പ്രോബിലിറ്റി 1 ആയ കാരണം. ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒക്കെ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അത് കാരണം ഇവിടുത്തെ പി ഡി എഫിന് 0 ടു ഇൻഫിനിറ്റി എടുത്താലും എന്ത് തന്നെയാണ് വാല്യൂ കിട്ടുള്ളൂ? 1 തന്നെയാണ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടാൻ നോക്കാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു 1. ഇതിൽ നമ്മൾ എം റേസ് ടു പിയും ഗാമ പിയും കോൺസ്റ്റൻസ് ആയ കാരണം ഇൻ്റഗ്രലിൻ്റെ വെളിയിലേക്ക് എടുത്തു. നെക്സ്റ്റ് ഉള്ള വാല്യൂ എന്താണ്? ഇ റേസ് ടു എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ്. ഇത് ഈക്വൽ ടു എന്താണ്? 1 എന്ന് കിട്ടി. സോ ഈ ഇൻ്റഗ്രലിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേമിന് നമുക്ക് ആ സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഗാമ പി മുകളിലേക്ക് പോകുമ്പോൾ ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി എന്ന് കിട്ടും. ഇനി നമുക്ക് ഗാമ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഗാമ പി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്കത് മാറ്റി എഴുതാം? പി മൈനസ് 1 ഇൻറ്റു ഗാമ പി മൈനസ് 1 എഴുതാം. അതുപോലെ ഗാമ ഓഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണ്. അതുപോലെ ഗാമ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മൈനസ് 1 ഫാക്ടോറിയൽ ആയിട്ട് അത് എഴുതാം. ഗാമ പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫാക്ടോറിയൽ ആയിട്ട് എഴുതാം. ഗാമ പി പ്ലസ് 1 വേറെ ഫോമിൽ എഴുതാന്ന് വെച്ചാൽ പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാം. അതായത് പി ഇൻറ്റു പി മൈനസ് 1 ഫാക്ടോറിയൽ ബിക്കോസ് ഗാമ പി ഈസ് ഈക്വൽ ടു പി മൈനസ് 1 ഫാക്ടോറിയൽ ആയ കാരണം. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് മീനും വേരിയൻസ് ഒക്കെ കാണുമ്പോൾ ആവശ്യം വരും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന മൊമെൻറ്റ്സ് ആണ്. മൊമെൻറ്റ്സിൽ ഫസ്റ്റ് വേണ്ട ഏതാ? മീൻ ആണ്. സോ മീൻ എന്താ എങ്ങനെ കാണുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പി ഡി എഫ് എടുത്ത് എന്താ? എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോൺസ്റ്റൻ്റ് ആയ ടേംസ് ആയ എം റേസ് ടു പിനെ ഡിവൈഡ് ബൈ ഗാമ പിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി വന്ന ടേംസ് ഇ റേസ് ടു മൈനസ് എം എക്സ് പിന്നെ ഒരു എക്സും എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്. ഇത് ഒരുമിച്ച് ഈ ഒരു ഫോമിൽ എഴുതി എക്സ് റേസ് ടു പി പ്ലസ് 1. ഇവിടുത്തെ എക്സ് റേസ് ടു 1ൻ്റെ ആ 1ഉം മൈനസ് 1 പുറത്തേക്ക് എഴുതി. അത് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ പി ഡിവൈഡ് ബൈ എം റേസ് ടു പി ആണെന്ന്. ഇവിടെ പി പ്ലസ് 1 മൈനസ് പി ആണ്. അപ്പോൾ ഈ ഗാമ പിയുടെ അവിടെ ആര് വരും? പി പ്ലസ് 1 വരും. റേസ് ബൈ എം റേസ് ടു പി പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എം റേസ് ടു പി ഡിവൈഡഡ് ബൈ ഗാമ പി ഇൻറ്റു ഗാമ പി പ്ലസ് 1 ഡിവൈഡ് ബൈ എം റേസ് ടു പി പ്ലസ് 1 എഴുതി. നെക്സ്റ്റ് എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി ഇൻറ്റു ഈ പി പ്ലസ് 1 ഗാമ പി പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാമ പി പ്ലസ് 1 നമുക്ക് പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാം. ഡിവൈഡ് ബൈ പി റേസ് ടു എം റേസ് ടു പി പ്ലസ് 1 കിട്ടി. ഇനി രണ്ടിലും ഗാമ പി കോമൺ ആയാലും അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതേപോലെ ഈ എം റേസ് ടു പി പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു പി ഇൻറ്റു എം റേസ് ടു 1 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു എം റേസ് ടു പി ഉണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് കിട്ടും? പി ബൈ എം എന്ന് കിട്ടും. അപ്പോൾ മീൻ എന്താണ് കിട്ടിയത്? പി ബൈ എം എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് എന്താണ്? ഇക്വേഷൻ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഓൾ സ്ക്വയർ. ആദ്യം നമ്മൾ എല്ലാത്തിലും കണ്ട പോലെ തന്നെ ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാണുന്നത്. എന്താണ്? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എഴുതി എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി ഇൻറ്റു ഇ റേസ് ടു എം എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടി. ഈക്വൽ ടു നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ കോൺസ്റ്റന്റ് ടേമിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ആര് വന്നു? ഇ റേസ് ടു മൈനസ് എം എക്സ് ഇൻറ്റു ഈ എക്സ് സ്ക്വയർ ഉണ്ട്. ഇവിടെ എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് എഴുതി മൈനസ് 1 പുറത്ത് വരുന്ന രീതിയിൽ, അതായത് എക്സ് റേസ് ടു പി പ്ലസ് 2 മൈനസ് 1 എന്ന് എഴുതി ഡി എക്സ് എന്ന് കിട്ടി. ഇത് ആരുടെ ഫോമിലായിരിക്കും? നേരത്തെ എഴുതി അതേ പി മൈനസ് 1 ഇക്വേഷൻ ഫോമിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി പ്ലസ് 2 മൈനസ് 1 ഡി എക്സ് എന്ത് കിട്ടും? ഗാമ പി പ്ലസ് 2 ഡിവൈഡ് ബൈ
എം പ്ലസ് ടു എന്ന് കിട്ടും. എം റേസ് ടു പി പ്ലസ് ടു എന്ന് കിട്ടും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് എം റേസ് ടു പി ഡിവൈഡ് ബൈ ഗാമ പി ഇൻറ്റു ഗാമ പി പ്ലസ് ടു ഡിവൈഡഡ് ബൈ എം റേസ് ടു പി പ്ലസ് ടു എന്ന് കിട്ടും. ഇതിൽ ഗാമ പി പ്ലസ് ടു എന്നെങ്ങനെ നമുക്ക് എഴുതാം? ഗാമ പി പ്ലസ് വൺ ഇൻറ്റു പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാം. ഇതിൽ താഴെ മുകളിലുമായിട്ട് നമുക്ക് ഗാമ പി കോമൺ ആയിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അതേപോലെ നമുക്ക് എം റേസ് ടു പി പ്ലസ് ടുവിന് എങ്ങനെ എഴുതാം? എം റേസ് ടു പി ഇൻറ്റു എം സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എം റേസ് ടു പി എം റേസ് ടു പിയും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ആര് വന്നു? പി ഇൻറ്റു പി പ്ലസ് വൺ ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്ന് വന്നു. നമ്മളിതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഡിവിഷൻ ബ്രേക്ക് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതായത് പി സ്ക്വയർ ബൈ എം സ്ക്വയർ എന്ന് വരും, പി ബൈ എം സ്ക്വയർ എന്ന് വരും. ഇതാണ് കിട്ടിയത്. എന്ത്? ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് കിട്ടിയത്. നമുക്ക് എന്താ കാണേണ്ടത്? വി ഓഫ് എക്സ്. വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ എം സ്ക്വയർ പ്ലസ് പി ബൈ എം സ്ക്വയർ എന്ന് കിട്ടി, മൈനസ് ഇ ഓഫ് എക്സ്. മീൻ എന്തായിരുന്നു കിട്ടിയത്? പി ബൈ എം ആണ്. അതിന്റെ സ്ക്വയർ എന്താണ്? പി സ്ക്വയർ ബൈ എം സ്ക്വയർ. പി സ്ക്വയർ ബൈ എം സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ആര് വന്നു? പി ബൈ എം സ്ക്വയർ എന്നിട്ട്. സോ നമുക്ക് വേരിയൻസ് എത്ര കിട്ടി? പി ബൈ എം സ്ക്വയർ എന്ന് കിട്ടി. വേരിയൻസ് പി ബൈ എം സ്ക്വയർ കിട്ടിയ ശേഷം സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്തായിരിക്കും കിട്ടുക? റൂട്ട് ഓഫ് പി ബൈ എം സ്ക്വയർ എന്ന് കിട്ടും. അതായത് റൂട്ട് പി ബൈ എം എന്ന് കിട്ടി. ഇതിന് നമുക്ക് കിട്ടിയ വേരിയൻസിലും മീനിലും ഒക്കെ എം ഈക്വൽ ടു 1 നമുക്ക് കൊടുത്തതിന് എന്ത് കിട്ടും നോക്കാം. എഫ് ഓഫ് എക്സിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ, എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ബൈ ഗാമ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 കിട്ടും. അതേപോലെ മീനിന് പി ബൈ എം സ്ക്വയർ ആണല്ലോ, പി ബൈ എം ആണല്ലോ, എമ്മിന് 1 കൊടുത്താൽ പി എന്ന് കിട്ടും. അതുപോലെ വേരിയൻസിൽ പി ബൈ എം സ്ക്വയർ ആണ്, എമ്മിന് 1 കൊടുത്താൽ പി എന്ന് കിട്ടും. ഓക്കെ.